നമസ്കാരം. തത്വമയി ന്യൂസ് പങ്കുവയ്ക്കുന്ന ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിൽ മിലിറ്ററി ഇൻ്റലിജൻസും കേരള പോലീസും ചേർന്ന സംയുക്തമായ ഒരു നീക്കം ഇന്നലെ കൊല്ലത്ത് കാട്ടിൽ മേക്കതിന് സമീപമായിട്ട് നടത്തുകയുണ്ടായി. കാട്ടിൽ മേക്കതിൽ എന്ന അന്താരാഷ്ട്ര തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിനടുത്താണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത് എന്നതും ഏറ്റവും അധികം ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളം ഭീകരവാദികളുടെ കളിത്തൊട്ടിൽ എന്നതിൽ നിന്ന് മാറി അതൊരു കളിത്താവളമായി മാറിയിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പാകത്തിനുള്ള സ്ലീപ്പർ സെല്ലുകൾ പോലും കേരളത്തിൽ പതിയിരിക്കുവാൻ പാകത്തിന് സുരക്ഷിതമായ താവളമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരുകളിലാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കീഴിലുള്ള നീതിന്യായ സംവിധാനങ്ങൾ, അതിൻ്റെ കീഴിലുള്ള നിയമ സംവിധാനങ്ങളാണ്, പോലീസ് സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ളതായ നീതിയും നേടിത്തരേണ്ടത്. ഇത്തരത്തിൽ നമ്മുടെ സാമൂഹിക സുരക്ഷ നമ്മൾ സർക്കാരുകളെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് ഇതിന്മേലുള്ള കർശനമായ നടപടിയെടുക്കേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയും കാര്യമായ രീതിയിൽ കേരളത്തിൽ പുലർത്തുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കേരളത്തിൻ്റെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് സമീപമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ബംഗ്ലാദേശി താമസിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിയുടെ കൂടെ എത്ര പേരുണ്ട് എന്ന് അറിയില്ല. ഇയാൾ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട്. ഇയാളുടെ പേരിൽ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ ബംഗ്ലാദേശി ഐഡൻറ്റിറ്റി കാർഡും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, ഇയാളുടെ ബംഗ്ലാദേശി ഐഡൻറ്റിറ്റി കാർഡിൽ ഇയാളുടെ പേര് മെലോൻ ഖാൻ എന്നാണ്. ഇവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് കേരളത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഇന്ത്യയുടെ ആധാർ കാർഡ് ഒന്ന് നോക്കൂ. നസറുദ്ദീൻ മോണ്ടൽ എന്നാണ് അയാളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി ഇയാളുടെ ഭാര്യയുടെ പേര് മോണ്ടൽ എന്നാണ്, അല്ലെങ്കിൽ മുക്കു എന്നാണ് ചേർത്തിട്ടുള്ളത്. അത്തരത്തിൽ ഭാരതത്തിനകത്തുള്ള ആധാർ കാർഡും പാൻ കാർഡും തന്നെ സംഘടിപ്പിക്കുവാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പേരിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തുവാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇവിടെ പറ്റിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടെററിസ്റ്റ് ഓപ്പറേഷൻസുകൾക്ക് കാര്യമായ രീതിയിൽ ഇത്തരം ആൾക്കാരെയാണ് ഉപയോഗിക്കുന്നത്. സ്ലീപ്പർ സെല്ലുകൾ, പതിയിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇവരാണ്. കാരണം രാജ്യത്തോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതകളുമില്ല. അവർ ബംഗ്ലാദേശികളാണ്. ഈ സമയം നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഷാജഹാൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. ഞാനൊരു ബംഗ്ലാദേശിയാണ് എന്ന് പശ്ചിമ ബംഗാളിൻ്റെ തെരുവിൽ കിടന്ന് ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം അയാൾ പറഞ്ഞത്, ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ സ്ത്രീകളെ ഞാൻ ഉപയോഗിക്കും, സ്ത്രീകളെ ഞാൻ മാനഭംഗപ്പെടുത്തും, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തും, ആരുണ്ട് ചോദിക്കാൻ എന്നാണ് 24 പർഗണയിലടക്കം ഇയാൾ നടത്തിയ പ്രസംഗങ്ങൾ. ബംഗ്ലാദേശികൾ കഴിഞ്ഞ 15 വർഷക്കാലം മമതയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓരോരോ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തെളിവുകൾ ലഭിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ സുരക്ഷിതമായി പതിയിരിക്കുവാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശികളെ അനുവദിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എത്രമാത്രം ഭീകരവാദികളുടെ ഒരു കളിത്തൊട്ടിൽ അല്ലെങ്കിൽ കളിത്താവളമായി കേരളം പരിണമിച്ചിരിക്കുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അത്യധികം സങ്കീർണമായ വിവരമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർശനമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കർശനമായ അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്.
കഴിഞ്ഞ മെയ് 4-ന് ശേഷം മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ബംഗ്ലാദേശികളുടെ അങ്കലാപ്പുകൾ കണ്ടാൽ നമുക്ക് മതിവരില്ല. അത്രയേറെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ പ്രശ്നങ്ങളുമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. തത്വമൈ ന്യൂസ് തന്നെ പലതവണ ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു ദൃശ്യം കാണാം. এরপরে রাম মন্দিরের নাম দিয়ে ভাঙলো বাবরি মসজিদ, এখন বাংলাদেশে পলাশবাড়িতে এই রামের মূর্তি বানাচ্ছে। এটা গুড়িয়ে দাও, বুলডোজার মারে গুড়িয়ে দাও। এটা বাংলাদেশের সরকারের জায়গার মধ্যে করছে, এটা অবৈধ। গুড়িয়ে দেওয়া সরকারের জন্য ফরজ। সরকার না দিলে জনগণ দিবে, জনগণের দায়িত্ব হচ্ছে সরকারের সহযোগিতা করা। তাই বাংলাদেশে রাষ্ট্রীয়ভাবে মন্দির গুড়িয়ে দিতে হবে। খাস জায়গায় কোনো മന്ദിർ থাকতে পারবে না। ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യമാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെ, ഭാരതത്തിന് നേരെ ആക്രമണം നടത്തുമെന്ന് ബംഗ്ലാദേശികൾ ആക്രോശിക്കുന്ന കാര്യമാണ്. ഇവിടെ പശുവിനെ വധിക്കുവാൻ സമ്മതിച്ചില്ല എങ്കിൽ ക്ഷേത്രങ്ങൾ പൊളിക്കും, ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്ന് ബംഗ്ലാദേശികൾ ആക്രോശിക്കുകയുണ്ടായി. 600 കിലോമീറ്ററോളം ഫെൻസിംഗ് ഇല്ലാതെ സുരക്ഷിതമാക്കി അവർക്ക് നുഴഞ്ഞു കയറാൻ കണക്കിനുള്ള പാകത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നു മമതാ ബാനർജി. അത് ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BSFനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഫെൻസിംഗ് നടത്തുന്നത്, ആ കമ്പിവേലികൾ കെട്ടുന്നത്. എന്നാൽ അതിനൊന്നും മമതാ ബാനർജി അനുമതി കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഭീകരവാദികളെ വളർത്തുവാൻ വേണ്ടിയിട്ട് പശ്ചിമ ബംഗാൾ താവളം ഒരുക്കി നൽകിയിരുന്നു. ആ ബംഗ്ലാദേശികളാണ് ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പ്രധാനമായും കേരളമാണ്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ദേശീയവാദം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെയും, അല്ലെങ്കിൽ ഭാരതത്തിനോട് കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന സർക്കാരുകൾ അധികാരത്തിൽ ഇരിക്കുന്ന ഇടങ്ങളിലൊക്കെയും വലിയ നല്ല രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇവരെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് പതിയിരിക്കുവാൻ കഴിയുന്നുണ്ട്? സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമാണ് എന്ന് വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും എന്തേ ഈ അലംഭാവം എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കേരള പോലീസിൽ പോലും നമുക്ക് കേരള പോലീസ് സംവിധാനത്തെ എല്ലാ സംവിധാനത്തെയും നമ്മൾ സംശയിക്കുന്നില്ല, എങ്കിൽ പോലും കേരള പോലീസിലും ചില പച്ച വെളിച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിൽ കർശനമായ രീതിയിൽ അതിനെതിരെ നടപടികൾ എടുക്കേണ്ടതാണ്. അതിപ്പോൾ തുടരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുന്നില്ല. എന്തായാലും അതെല്ലാം തന്നെ നീക്കം ചെയ്തു എന്നതാണ്. അതിൻ്റെ ക്രെഡിബിലിറ്റിയെ നമ്മൾ ഒരു കാരണവശാലും സംശയിക്കുവാനായിട്ട് പാടുള്ളതല്ല. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കേരള പോലീസിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടത് കേരള പോലീസിൻ്റെ കടമയാണ്. ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അവർക്ക് നേരെ കർശനമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. അവരെ ജയിലുകളിലേക്ക് അയക്കേണ്ടതാണ്. തീർച്ചയായും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കളിത്തൊട്ടിലോ കളിത്താവളങ്ങളോ ആയി നമ്മുടെ കൊച്ചു കേരളം മാറുവാൻ പാടില്ല, അധപ്പതിക്കുവാൻ പാടില്ല. ഇത് കുഞ്ചൻ്റെ നാടാണ്, ഇത് തുഞ്ചൻ്റെ നാടാണ്. അത്തരത്തിലുള്ള സംസ്കാരം പേറുന്ന ഈ കേരള ഭൂമിയിൽ ഒരു കാരണവശാലും ഭീകരവാദികൾ പതിയിരിക്കുവാൻ പാടില്ല, പതിയിരിക്കുവാനുള്ള ഇടത്താവളങ്ങളായി മാറുവാൻ പാടില്ല. അങ്ങനെ മാറിയാൽ കേരളത്തിൻ്റെ സാംസ്കാരികതയ്ക്ക്, കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷയ്ക്ക് അത് വലിയ വെല്ലുവിളിയായി തീരും. ഇവിടെ ഉള്ള ബുദ്ധിജീവികളും മറ്റാൾക്കാരും ഒന്നും ഇതിനെതിരെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം ലജ്ജാകരമായ കാര്യമാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ പ്രതികരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖേദകരമായിട്ടുള്ള സത്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇടപെട്ടുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഭരണം നടത്തുകയും കേരളത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന രീതിയിൽ ഭരണം നടത്തിയിരുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിലെ ജനം ഒന്നടങ്കം ഇളകി വന്ന് വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും ഇതേ രീതിയിൽ തന്നെയാണ് ജനം ആവർത്തിച്ചത്. അവരുടെ സാമൂഹിക സുരക്ഷയെ, അവരുടെ
ദൈനംദിനമായി അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാനുള്ള എല്ലാതരം കാര്യങ്ങളെയും നശിപ്പിച്ച, അവരുടെ തൊഴിലവസരങ്ങളെ നശിപ്പിച്ച മമതാ ബാനർജി സർക്കാരിനെയും പശ്ചിമ ബംഗാൾ പുറത്താക്കിയിട്ടുണ്ട്. അവിടെ അതോടുകൂടി ആ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷക്കാലം ജമാഅത്തെ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭീകരവാദികളുടെ പിന്തുണയോടുകൂടിയാണ് പശ്ചിമ ബംഗാളിൽ ഭരിച്ചിരുന്നത് എന്നതാണ് നമ്മൾ നിരീക്ഷകരടക്കം പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ അതിഭീകരമായ ഒരു അവസ്ഥ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശികളെ, നുഴഞ്ഞു കയറി വരുന്ന ഈ ബംഗ്ലാദേശികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. 24 പർഗണയിലൊക്കെ ഷെയ്ഖ് ഷാജഹാൻ ഈ രീതിയിലുള്ള ഓപ്പറേഷൻസുകളാണ് നടത്തിയിരുന്നത്. അത് നമുക്ക് ഒരിക്കലും അത് മാറ്റി നിർത്തുവാൻ പാടില്ല. ഇനി അങ്ങനെയൊന്നും കേരളത്തിൻ്റെ ഒരു പൊതു സാമൂഹ്യ സുരക്ഷ, അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ പൊതു സാമൂഹ്യ സുരക്ഷ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പശ്ചിമ ബംഗാളിൻ്റെ കാര്യമാണെങ്കിൽ ആ പൊതു സാമൂഹ്യ സുരക്ഷയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിൽ ചെയ്യുന്നത്. അതേ മാതൃകയിൽ VD സതീശന് കേരളത്തിലും ചെയ്യുവാൻ കഴിയണം. ഭീകരവാദികളെ ഒളിയിരിക്കുന്ന ഒളിത്താവളങ്ങളായി അല്ലെങ്കിൽ അവരുടെ കളിത്താവളങ്ങളായി കേരളത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കരുത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന VD സതീശന് എത്ര കണ്ട് അത് സാധ്യമാകും എന്നുള്ള കാര്യം സതീശൻ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഇവിടെ നടത്തുന്ന ഈ തരത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകൾ അതുമായി ബന്ധപ്പെട്ട് സുശക്തമാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് പരസ്യമായിട്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, അവർ ബംഗ്ലാദേശികൾ കൂടിയാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാർ പരസ്യമായിട്ടാണ് ഇത്തരം മയക്കുമരുന്ന് വിപണനങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്നത്, മറ്റ് തരത്തിലുള്ളതായുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മയക്കുമരുന്ന് വ്യാപാരമടക്കമുള്ള കാര്യങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള കേന്ദ്രമായിട്ട് കേരളം മാറുവാൻ പാടില്ല, അധപ്പതിക്കുവാൻ പാടില്ല. കർശനമായ രീതിയിലുള്ള ശിക്ഷാവിധികൾ തന്നെ നടപ്പിലാക്കേണ്ടതാണ്. FIR മാത്രമേ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ. FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അത് നുഴഞ്ഞുകയറ്റത്തിൻ്റെ പേരിലാണ്. പക്ഷേ അതല്ല, ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളായി കൂടി ഇത്തരം ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ഒന്നുകിൽ ബംഗ്ലാദേശിലേക്ക് തന്നെ നാടുകടത്തുകയും ജയിലറകളിലാക്കുകയും അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്. അത് കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷയ്ക്ക്, ഭാരതത്തിൻ്റെ സാമൂഹിക സുരക്ഷയ്ക്ക് അത്യന്തം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.